കൃത്യമായ ബിൽ, വ്യക്തമായ വിവരങ്ങൾ. കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ്. എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാ പർച്ചേസിലും എല്ലാ ഷോറൂമുകളിലും കവിത ഗോൾഡൻ ഡയമണ്ട്സ്. തൃത്താല ഞാങ്ങാട്രി അംഗനവാടിക്ക് പുതിയ കെട്ടിടമായി. മന്ത്രി MP രാജേഷ് പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തൃത്താല ഗ്രാമപഞ്ചായത്തിലെ 7-ാം വാർഡിലെ 14-ാം നമ്പർ അംഗൻവാടിക്കാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. തൃത്താല MLA യും മന്ത്രിയുമായ MP രാജേഷ് പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നാട്ടുകാരുടെ സഹകരണത്തെ വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് കാണുന്നു. പലയിടത്തുനിന്നും നിവേദനം ഇങ്ങനെ വരും, അല്ലേ, എവിടുന്നെങ്കിലും ഫണ്ട് വേണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത, നാട്ടുകാരുടെ പങ്ക് നിർവഹിച്ച ശേഷമാണ് MLA യോടും ഒക്കെ ഫണ്ട് ആവശ്യപ്പെട്ടത് എന്നതാണ്. ഇനി മുൻഗണന കൊടുക്കുക ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഫണ്ട് കൊടുക്കാനായിരിക്കും. കാരണം ഇവിടെ ഒരു മുൻകൈ ഉണ്ടായി. അപ്പൊ ഇതിനെ സഹകരിച്ച 6.5 ലക്ഷം ഇവിടുന്ന് ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് വാർഡിന്ന് മാത്രമാണോ? എളുപ്പമുള്ള കാര്യമല്ല. എന്തായാലും ഇത്രയും പൈസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അതിന് ധൈര്യപൂർവ്വം മുന്നിട്ടിറങ്ങി നേതൃത്വം കൊടുത്ത മെമ്പർ സീനത്തിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. സഹകരിച്ച നിങ്ങൾ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. പിന്തുണച്ച പഞ്ചായത്തിനെയും ബ്ലോക്കിനെയും അഭിനന്ദിക്കുന്നു. ഇതൊരു മാതൃകയാണ്, നമ്മുടെ നാടിനാകെ മാതൃകയാണ്. വെറും അംഗൻവാടിയല്ല, ഗംഭീരമായിട്ടുള്ള ഒരു അംഗൻവാടി കെട്ടിടമാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. നമ്മുടെ കുട്ടികൾ കളിച്ചുല്ലസിച്ച് സന്തോഷത്തോടുകൂടി ഈ അംഗൻവാടിയിൽ പഠിച്ചു വളരട്ടെ എന്നാണ് ആശംസിക്കാനുള്ളത്. ബാക്കി കാര്യങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. തൃത്താല ആസ്പത്രിയുടെ കെട്ടിടം പണി കഴിഞ്ഞ ആഴ്ച ഞാനും ശ്രീനിയും കൂടി പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പണി വേഗത്തിൽ നടക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. പുതുവർഷത്തിന് തൃത്താലയ്ക്കൊരു സമ്മാനമായി 12.5 കോടിയുടെ പുതിയ ആശുപത്രി കെട്ടിടം വരും. MP രാജേഷിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. അംഗനവാടി വാടക കെട്ടിടത്തിലായിരുന്നു നിലവിൽ അംഗൻവാടി പ്രവർത്തിച്ചിരുന്നത്. വാർഡ് മെമ്പർ ഫാത്തിമ സീനത്തിന്റെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ച് ജനങ്ങളിൽ നിന്നും പണം സ്വരൂപിച്ച് 6 ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടായ 88,800 രൂപയും ഉപയോഗിച്ചാണ് അംഗൻവാടിക്കുള്ള സ്ഥലം വാങ്ങിയത്. തുടർന്ന് മന്ത്രിയും MLA യുമായ MP രാജേഷിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ഫണ്ട് അനുവദിക്കുകയായിരുന്നു. ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ശ്രീനിവാസൻ, അനു വിനോദ്, A കൃഷ്ണകുമാർ, P ദീപ, K പ്രീത, ഫർഹാന, ഹക്കീം, അലി പൂവത്തിങ്ങൽ, M ഉമാശങ്കർ, CK വിജയൻ, വാർഡ് മെമ്പർ ഫാത്തിമത്ത് സീനത്ത്, ICDC ഓഫീസർ PA ഷഹന തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു.